ഈ ശിവരാത്രിയിൽ ഉറങ്ങാതിരിക്കുമ്പോൾ ഭഗവാൻ ശിവന്റെ ഭക്തിസാന്ദ്രമായ ഈ കഥ കേട്ടു നോക്കൂ. അങ്ങനെ അവൻ വീട്ടിൽ പോയിട്ട് അമ്മനോട് പറയാണ്, ഇന്നുപോലെ എനിക്കും ഒന്ന് കുടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആർക്കാണ് നമുക്ക് ഈ പാലൊക്കെ തരാൻ സാധിക്കുക? ആരാണ് നമുക്കത് തരിക? ശിവഭഗവാന് തരാൻ സാധിക്കും. ഇതുകൊണ്ട് ഭൂലോകം മുഴുവൻ വെക്കുക. ശിവഭഗവാൻ അറിയുന്നുണ്ടല്ലോ തന്റെ ഭക്തനെ കുറിച്ച്. ശിവപുരാണത്തിലെ സെക്ഷൻ 75-ലെ 34-35 അധ്യായങ്ങൾ ഉപമന്യു എന്ന ഭഗവാൻ ശിവന്റെ ഒരു ഭക്തനെ കുറിച്ച് പറയുന്നുണ്ട്. വ്യാഘ്രപാദ മുനിയുടെ മകനായിരുന്നു ഉപമന്യു. അവനൊരു ബ്രാഹ്മണ കുട്ടിയായിരുന്നു. അതുപോലെ തന്നെ ഒരു ദരിദ്ര കുടുംബത്തിലായിരുന്നു അവൻ ജനിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരിക്കല് അവൻ നിൽക്കുന്ന സമയത്ത് അവന്റെ കൂട്ടുകാരെല്ലാവരും പാല് കുടിക്കുകയാണ്. അവനൊരു ദരിദ്ര കുടുംബമാണല്ലോ, അവൻ ഈ പാലിന്റെ രുചിയൊന്നും അറിഞ്ഞിട്ടില്ല. അങ്ങനെ അവൻ വീട്ടിൽ പോയിട്ട് അമ്മനോട് പറയാണ്, ഇന്ന് എന്റെ കൂട്ടുകാരൊക്കെ പാല് കുടിക്കുന്നത് ഞാൻ കണ്ടു, അതുപോലെ എനിക്കും ഒന്ന് കുടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അമ്മക്ക് ഇത് കേട്ടപ്പോ വിഷമം വന്നു. കാരണം എന്റെ മോന് പാല് കൊടുക്കാൻ പോലും എനിക്ക് സാധിക്കുന്നില്ലല്ലോ എന്നുള്ള വിഷമം. അങ്ങനെ അമ്മ അടുക്കളയിൽ പോയിട്ട് കുറച്ച് മാവ് വെള്ളത്തിൽ കലക്കിയിട്ട് പാലാണ് എന്ന് പറഞ്ഞ് കൊണ്ടുപോയി കൊടുക്കുകയാണ്. അപ്പോൾ കുട്ടി അത് കുടിച്ചിട്ട് കുട്ടിക്ക് മനസ്സിലായി ഇത് പാലല്ല എന്ന് മനസ്സിലായി. അങ്ങനെ കുട്ടി പറയാണ്, ഇത് പാലല്ല എനിക്ക് മനസ്സിലായി. അപ്പോൾ അമ്മ കരയാണ്. അമ്മ വിഷമോട് പറയാണ്, അമ്മക്ക് അതിനൊന്നുമുള്ള കഴിവില്ല എന്ന് പറയാണ്. അപ്പൊ കുട്ടി ചോദിക്കുകയാണ്, ആർക്കാണ് നമുക്ക് ഈ പാലൊക്കെ തരാൻ സാധിക്കുക? ആരാണ് നമുക്കത് തരിക? എല്ലാ സാധനങ്ങളും നമുക്ക് ആരാ തരിക ചോദിക്കുകയാണ്. അപ്പോൾ അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾക്ക് പാലും എല്ലാം ശിവഭഗവാന് തരാൻ സാധിക്കും എന്ന് പറയാണ്. അപ്പൊ ഈ ഒരു വാക്കുകള് അവന്റെ മനസ്സിൽ അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അത് കേട്ടോട് കൂടിയിട്ട് അവന് ഭഗവാനുള്ള ഭക്തി ഏറുകയാണ്. അതായത് തനിക്കെല്ലാം തരാൻ സാധിക്കുന്നത് ശിവഭഗവാന് മാത്രമാണ് എന്ന് മനസ്സിലാവുകയാണ്. അങ്ങനെ അവൻ ഭഗവാനെ പ്രാർത്ഥിക്കാൻ പോവാണ്. അതായത് ധ്യാനം ചെയ്യാൻ പോവാണ്. അങ്ങനെ അമ്മനോട് പറയുന്നുണ്ട്. അപ്പൊ അമ്മയും ഭക്തയാണ്, അതുകൊണ്ടാണല്ലോ നമ്മുടെ വായിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വന്നത്. അമ്മ സമ്മതിക്കുകയാണ്. അങ്ങനെ ആ ചെറിയ കുട്ടി കാട്ടിൽ പോയിട്ട് ധ്യാനം ചെയ്യാണ്, അതായത് തപസ് ചെയ്യാണ്. അപ്പൊ ഒരു പാല് കിട്ടണം എന്ന ആഗ്രഹം കൊണ്ട് തുടങ്ങിയതാണ് എങ്കിൽ പോലും പിന്നീട് അവനതൊരു ഭക്തിയാവുകയാണ്. അവൻ പരമഭക്തനായി മാറുകയാണ്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു, പിന്നെ അങ്ങനെ കാലങ്ങൾ കടന്നു പോവാണ്. അപ്പൊ അവൻ തപസ് ചെയ്യുകയാണെങ്കിൽ വളരെ ഘോരമായാണ് തപസ് ചെയ്യുന്നത്. ഭക്ഷണമില്ല, വെള്ളമില്ല, ഒന്നുമില്ല, വിശ്രമമോ ഒന്നുമില്ലാതെ തപസ് ചെയ്യുകയാണ്. അപ്പൊ അവന്റെ ഈ ഒരു തപസ്സിന്റെ ശക്തി കൊണ്ട് ഭൂലോകം മുഴുവൻ നിൽക്കുകയാണ്. അതായത് ആ ഒരു പ്രഭ, ആ തപസ്സിന്റെ ശക്തി കൊണ്ടാട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്. അങ്ങനെ ദേവലോകത്തിനും പേടിയാവുകയാണ്. അത്രമാത്രം തപസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള അത്രയും കഴിവുള്ള ഒരാളായിട്ടൊരു സാധാരണ കുട്ടി മാറുകയാണ്. അതിന്റെ പേടി ദേവന്മാർക്കുണ്ട്. അങ്ങനെ ദേവന്മാർക്ക് അവിടെ അവർക്കും പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങുകയാണ്. അത് ഒരിക്കലും ആ കുട്ടി ഉണ്ടാക്കുന്നതല്ല, ആ കുട്ടിയുടെ ഭക്തി കാരണം, അതായത് ആ ഒരു തപസ്സിന്റെ ശക്തി കാരണം ഉണ്ടാവുന്നതാണ്. അങ്ങനെ ദേവലോകത്ത് പ്രശ്നം ഉണ്ടായപ്പോ അവര് പോയി വിഷ്ണു ഭഗവാനെ പോയി സമീപിക്കുകയാണ്. അങ്ങനെ വിഷ്ണു ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്, അവൻ ശിവനെയാണല്ലോ പ്രാർത്ഥിക്കുന്നത്, അപ്പോ ശിവഭഗവാനെ പോയി കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്കൊരു പരിഹാരം കിട്ടും എന്ന് പറയാണ്. അങ്ങനെ അവർ ശിവഭഗവാനെ പോയി കണ്ട് കാര്യം പറയാണ്. അങ്ങനെ ദേവന്മാരുടെ വിഷമം കണ്ടപ്പോൾ ശിവഭഗവാൻ അറിയുന്നുണ്ടല്ലോ തന്റെ ഭക്തനെ കുറിച്ച്, എങ്കിൽ തന്റെ ഭക്തനെ ഒന്ന് പോയി കണ്ടേക്കാം, തനി ഇത്രമാത്രം ഭക്തിപൂർവ്വം സേവിക്കുന്ന ആളല്ലേ എന്ന രീതിയിൽ ഒന്ന് പോയി കണ്ടേക്കാം എന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ ശിവഭഗവാൻ പോവുകയാണ്. അപ്പൊ ഭഗവാന് പണ്ടേ ഇങ്ങനെ വേഷം മാറി ആദ്യം പരീക്ഷിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ. അങ്ങനെ ഭഗവാൻ വേഷം മാറുകയാണ്. ഒരു സാധാരണ ഒരു യാചകനായ, അതായത് ഭിക്ഷ തേടുന്ന ഒരു മുനിയുടെ വേഷാട്ടോ ധരിക്കുന്നത്. അങ്ങനെ ഈ കുട്ടി തപസ് ചെയ്യുന്ന കാട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഭഗവാൻ പോകുമ്പോൾ അവനവിടെ തപസ് ചെയ്യാണ്. അപ്പോൾ ഭഗവാൻ വന്നപ്പോൾ എത്തുന്നു, അങ്ങനെ സംസാരിക്കുകയാണ് അവര്. അങ്ങനെ ഭഗവാൻ ഇപ്പൊ ഏത് വേഷത്തിലാണ്? ആ ഒരു മുനിയുടെ വേഷം. അങ്ങനെ ആ മുനി ഇങ്ങനെ സംസാരിക്കുന്ന പോലെ ആ കുട്ടിയോട് പറയാണ്, നീ എന്തിനാണ് തപസ് ചെയ്യുന്നത്? നീ വളരെ ഘോരമായാണല്ലോ തപസ് ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ പറയാണ്, ശരിയാണ്, ഞാൻ എൻ്റെ ശിവഭഗവാന് വേണ്ടിയിട്ടാണ് തപസ് ചെയ്യുന്നത് എന്ന് പറയാണ്. അപ്പോ ഇത് കേട്ടിട്ട് ആ മുനിയുടെ വേഷത്തിലുള്ള ഭഗവാൻ തന്നെ പറയാണ്, ആ ശിവനെയോ, ആ ഒരു പുലിത്തോലൊക്കെ വസ്ത്രമായി ധരിച്ചു കിടക്കുന്ന ആ ശിവനെയാണോ നീ പ്രാർത്ഥിക്കുന്നത്? അതും ഇത്രയും ഘോരമായി. ഇത് കേട്ടിട്ട് ആ കുട്ടിക്ക് ചെറുതായിട്ട് ദേഷ്യം വരുന്നുണ്ട്. എങ്കിലും അത്യാവശ്യം വലിയൊരാളാണല്ലോ, അതുകൊണ്ട് കുട്ടി മിണ്ടാതിരിക്കുകയാണ്. അങ്ങനെ പിന്നെയും പറയാണ്, നിനക്ക് ഇന്ദ്രനെ തപസ് ചെയ്താൽ മതിയായിരുന്നല്ലോ, ഇന്ദ്രനാണെങ്കിൽ നിനക്ക് എന്ത് വേണമെങ്കിലും തരുമായിരുന്നു. ഇത്ര കാലം ചെയ്തിട്ട് ശിവൻ നിന്റെ അടുത്തേക്ക് വന്നോ?
ഇങ്ങനെ കുത്തി ചോദിക്കുകയാണ്. അതും ശിവനെ അവഹേളിക്കുന്ന രീതിയിൽ ശിവൻ തന്നെ സംസാരിക്കുകയാണ്. ഇത് കേട്ടപ്പോ പണ്ട് പാർവതിക്ക് ദേഷ്യം വന്ന പോലെ തന്നെ ഉപമന്യുവിനും ദേഷ്യം വരികയാണ്. അങ്ങനെ ശപിക്കാൻ ഒരു അസ്ത്രം, ഒരു മന്ത്രമൊക്കെ ചൊല്ലിയിട്ട് ഒരു കത്തിച്ച് മുന്നിൽ നിൽക്കുന്ന ആ സന്യാസിയെ കത്തിച്ച് കളഞ്ഞു. തൻ്റെ ഭഗവാനെ ഇത്രയധികം അവഹേളിക്കുന്ന ആളെ താൻ വെറുതെ വിടില്ല, അങ്ങനെ കത്തിച്ച് കളയാൻ എന്തൊക്കെയോ മന്ത്രം ചൊല്ലിയിട്ട് ഇങ്ങനെ എറിയാണ്. അപ്പോൾ അത് ആ ഒരു ശക്തിയും എല്ലാം കൊടുത്ത ഭഗവാനാണല്ലോ. അപ്പം ഭഗവാൻ ആ മഹായോഗി എന്ന് തന്നെ നമുക്ക് ആ ബാലനെ വിളിക്കാല്ലേ, ആ ഒരു മഹായോഗിയുടെ ആ ഒരു അസ്ത്രത്തെ തടയുകയാണ്. ഉടനെ തന്നെ ഭഗവാൻ തൻ്റെ യഥാർത്ഥ രൂപത്തെ കാണിച്ചു കൊടുക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. ആ ഒരു ചന്ദ്രക്കലയും ആ ഒരു തൃശൂലവും എല്ലാം ആ ഒരു പുലിത്തോലൊക്കെ ധരിച്ചുള്ള ആ ഒരു രൂപത്തെ കാണിച്ചു. അപ്പം അതോടുകൂടി ബാലൻ വളരെയധികം സന്തോഷിക്കുകയാണ്. തനിക്ക് തൻ്റെ ഭഗവാനെ കാണാനായി സാധിച്ചു. അങ്ങനെ ശിവഭഗവാൻ ചോദിക്കുകയാണ്, എന്ത് വരമാണ് നിനക്ക് വേണ്ടത്? ആ കുട്ടി പാലൊന്നല്ല ചോദിച്ചത്, എനിക്ക് ഭഗവാന്റെ ഭക്തി വേണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു നീണ്ട സംഭാഷണം പറയാട്ടോ ഭഗവാൻ അവിടെ. അതായത് നിനക്ക് ഭക്തി ഉണ്ടാവും, നിനക്ക് വയസ്സോ മരണമോ അങ്ങനെയുള്ള ഒരു കാര്യം ഉണ്ടാവില്ല, അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ആവശ്യാനുസാരം പാല് ലഭിക്കുന്ന രീതിയിൽ കൂടി കൊടുക്കുന്നുണ്ട്. അത് ചോദിച്ചിട്ടൊന്നല്ല, അത് ഭഗവാൻ അറിയാലോ എന്തിനാണ് ഇത്. ആദ്യം ഈ ഒരു തപസ്, ആദ്യം ആ ഒരു തപസ്സിലേക്കുള്ള ചിന്ത എങ്ങനെയാണ് വന്നതെന്ന് അറിയാലോ. അങ്ങനെ ഇത്രയും ഭക്തിസാന്ദ്രമായ ഒരു കഥ, അതും ഇന്ന് ശിവരാത്രി ദിവസമാണ്. അന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിച്ചത് വലിയൊരു പുണ്യം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഭഗവാന് വേണ്ടി ശിവരാത്രി നന്നായിട്ട് എടുക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ ശിവരാത്രി സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും കാണുക. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളൊന്നും ചെയ്യാതെ ശ്രദ്ധിക്കുക. പിന്നെ ഭക്തിയാണല്ലോ പ്രധാനം. എന്തെങ്കിലുമൊക്കെ ചെറിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും ശിവഭഗവാൻ പൊറുക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി.